ക്രിസ്തു മതത്തിലെ ഏറ്റവും പുരാതനമായ ഒരു തിരുശേഷിപ്പ്, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വിവാദ വിഷയമാക്കപ്പെട്ട ആ തിരുശേഷിപ്പ്. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ശവസംസ്കാരത്തിൽ ഉപയോഗിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ട്യൂറിനിലെ തിരുക്കച്ചയെപ്പറ്റി. എന്താണ് യഥാർത്ഥത്തിൽ ട്യൂറിനിലെ തിരുക്കച്ച? അതിൽ വ്യക്തമാകുന്നു എന്ന് പറയപ്പെടുന്ന മനുഷ്യരൂപം ക്രിസ്തുവിന്റെയോ? ട്യൂറിനിലെ തിരുക്കച്ച യഥാർത്ഥത്തിൽ ഒരു നിഗൂഢ കലാസൃഷ്ടി എന്ന് പറയുന്നത് സത്യമോ? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ക്രിസ്തുവിനെ ആചാരവിധി പ്രകാരം സംസ്കരിക്കുന്ന വേളയിൽ ശരീരം പൊതിയുവാൻ ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന വസ്ത്രമാണ് ട്യൂറിൻ തിരുക്കച്ച എന്നറിയപ്പെടുന്നത്. 14 അടി 4 ഇഞ്ച് നീളവും 3 അടി 8 ഇഞ്ച് വീതിയുമുള്ള ഒരു ടീഷർട്ടിന്റെ ഘനമുള്ള റെക്ടാങ്കിൾ ആകൃതിയിലുള്ള ഒരു ലിനൻ തുണിയാണ് ട്യൂറിൻ തിരുക്കച്ച. ഫ്ലാക്സ് ഫൈബ്രിലുകൾ അടങ്ങിയ 3-to-1 ഹെറിംഗ്ബോൺ ട്വില്ലിലാണ് ഈ തുണി നെയ്തിരിക്കുന്നത്. 1357 ഫ്രാൻസിലെ ലിറ എന്ന ഗ്രാമത്തിലാണ് ഈ തിരുക്കച്ച ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. തിരുക്കച്ചയിൽ നേരിട്ട് നോക്കുമ്പോൾ വളരെ അവ്യക്തമായ സെപ്പിയ നിറത്തിലുള്ള ചില രേഖകൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. 1532 ഫ്രാൻസിലെ ഷോംബറിയിൽ സൂക്ഷിച്ചിരുന്ന സമയത്തുണ്ടായ അഗ്നിബാധയിലാണ് തിരുക്കച്ചയിൽ ഇന്ന് നാം കാണുന്ന 2 നീണ്ട പാടുകൾ ഉണ്ടാകുന്നത്. ഈ 2 പാടുകൾക്കിടയിലാണ് ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം തിരുക്കച്ചയിൽ കാണുവാൻ സാധിക്കുന്നത്. തലയോട്ടിയുടെ ഭാഗത്ത് മുൾമുടി ധരിച്ചത് മൂലമുണ്ടായ മുറിവുകളുടെ പ്രതിരൂപവും തിരുക്കച്ചയിൽ കാണുവാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. മുൾമുടി ധരിച്ച് കുരിശുമരണം പ്രാപിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വ്യക്തി ക്രിസ്തുവാണെന്നിരിക്കെ ട്യൂറിനിലെ തിരുക്കച്ച ക്രിസ്തുവിന്റെ മൃതശരീരം പൊതിയുവാൻ ഉപയോഗിച്ച യഥാർത്ഥ വസ്ത്രമാണെന്ന് വാദിക്കപ്പെടുന്നു. 1578 ഇറ്റലിയിൽ എത്തിച്ച തിരുക്കച്ച 1694 മുതൽ ഇറ്റലിയിലെ ട്യൂറിനിലെ സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രം പൊതുദർശനത്തിന് വയ്ക്കാറുള്ള തിരുക്കച്ചയുടെ ആധികാരികതയെക്കുറിച്ചുള്ള ചർച്ചകൾ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല ശാസ്ത്ര ലോകത്തും സജീവമാണ്. ഒരു നൂറ്റാണ്ടിൽ 2 തവണ മാത്രമാണ് ഈ തിരുക്കച്ച പരസ്യ ദർശനത്തിന് വയ്ക്കാറുള്ളത്. ആ പതിവനുസരിച്ച് 1898 മെയ് 25 മുതൽ ജൂൺ 2 വരെ തിരുക്കച്ച പരസ്യ ദർശനത്തിനായി വെച്ചപ്പോൾ ഇറ്റലിക്കാരനായ സെക്കുന്തോ പിയ എടുത്ത ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ തിരുക്കച്ചയെ ശാസ്ത്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. തിരുക്കച്ചയുടെ അക്കാലത്തെ അവകാശിയായിരുന്ന ഉംബർത്തോ രാജാവിൽ നിന്നും തിരുക്കച്ചയുടെ ഫോട്ടോ എടുക്കുവാനുള്ള അനുവാദം വാങ്ങിയത് ഫോട്ടോഗ്രാഫിയിൽ തൽപരനായിരുന്ന ഡോൺ നോഗിയർ എന്ന വൈദികനായിരുന്നു. അങ്ങനെ 1898 മെയ് 28 പിയ വളരെ വലിപ്പമുള്ള തന്റെ ബെല്ലോസ് ക്യാമറ ഉപയോഗിച്ച് 3 മുതൽ 5 മിനിറ്റുകളുടെ എക്സ്പോഷറിൽ 4 പ്ലേറ്റുകളിൽ തിരുക്കച്ചയുടെ ഫോട്ടോ എടുത്തു. ഇവ ഡെവലപ്പ് ചെയ്തപ്പോൾ അല്പം പോലും തെളിച്ചമില്ലാത്ത ഇമേജുകളാണ് ലഭിച്ചത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഇമേജുകളുടെ നെഗറ്റീവിൽ വളരെ കൃത്യമായ തെളിച്ചമുള്ള ഒരു മനുഷ്യരൂപം അവർക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ തിരുക്കച്ച ഒരു യഥാർത്ഥ നെഗറ്റീവ് ആണെന്ന് അവർ മനസ്സിലാക്കി. ഇത് ശാസ്ത്ര ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. തിരുക്കച്ച ലത്തീൻ ഭാഷയിൽ സിന്തോൺ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തിരുക്കച്ചയെക്കുറിച്ചുള്ള പഠനം എന്ന അർത്ഥത്തിൽ സിന്തോളജി എന്ന ശാസ്ത്ര ശാഖയുടെ ആരംഭം കുറിച്ചത് അന്നായിരുന്നു. അങ്ങനെ ഈ തിരുക്കച്ച ഒട്ടനവധി സൂക്ഷ്മ വിശകലനങ്ങൾക്ക് വിധേയമായി. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം എതിർത്തുകൊണ്ട് ഈ തിരുക്കച്ച കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് മറ്റൊരു വിഭാഗം ആളുകളും വാദിച്ചു. വീണ്ടും ഒരു ഫോട്ടോ കൂടി എടുത്ത് ഈ കണ്ടെത്തലുകൾ പുനഃപരിശോധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതിനായി അടുത്ത നൂറ്റാണ്ടിലെ പ്രദർശനത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 1931 മെയ് മാസത്തിൽ തിരുക്കച്ചയുടെ അടുത്ത പ്രദർശന വേളയിൽ ജൂസപ്പ് എൻട്രി എന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അത്യാധുനിക ക്യാമറ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞരുടെയും പിയയുടെയും മറ്റു പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ തിരുക്കച്ചയുടെ 12 ഫോട്ടോകൾ എടുത്തു. ഇത്തവണയും ചിത്രങ്ങളുടെ നെഗറ്റീവിൽ കൂടുതൽ കൃത്യമായ മനുഷ്യരൂപം കണ്ടെത്തി. എൻട്രിയുടെ ഈ ചിത്രങ്ങൾ ഡോക്ടർ പിയർ ബാർബറ്റ് എന്ന വ്യക്തി സുദീർഘമായ പഠനങ്ങൾക്ക് വിധേയമാക്കി. ആ പഠനങ്ങൾക്കൊടുവിൽ ദാരുണമായി പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ പൊതിയുവാൻ ഉപയോഗിച്ച വസ്ത്രമാണിതെന്ന വാദം അദ്ദേഹം മുൻപോട്ട് വെച്ചു. റോമൻ ഫ്ലാഗ്ര എന്നറിയപ്പെടുന്ന നീരാളിക്കൈകൾ പോലെ നീണ്ടുകിടക്കുന്ന 5-6 തോൽവാറുകളുടെ ഒരറ്റം കൂട്ടിക്കെട്ടിയിട്ട് ബാറുകളിൽ അസ്ഥി കഷ്ണങ്ങളും
ലോഹക്കട്ടകളും കൊരുത്തിട്ട ചാട്ടകൾ കൊണ്ട് കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന രൂപത്തെ 100-ലധികം പ്രാവശ്യം അടിച്ചിരുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. തലയിൽ മുൾക്കിരീടം വെച്ചിരുന്ന പാടുകളും കണ്ടെത്തി. എന്നാൽ സാധാരണയായി ക്രിസ്തുവിന്റെ ക്രൂശുമരണ ചിത്രങ്ങളിൽ കാണുന്ന പോലെ വൃത്താകൃതിയിലുള്ള മുൾക്കിരീടമായിരുന്നില്ല, മറിച്ച് ഒരു പക്ഷിക്കൂട് പോലെ തല മുഴുവൻ മൂടുന്ന തരത്തിലുള്ള മുൾക്കിരീടമായിരുന്നുവെന്ന് പഠനത്തിലൂടെ അദ്ദേഹം വാദിച്ചു. ക്രൂശിൽ കിടക്കുന്നയാളുടെ ശരീരത്തിലൂടെ ഒഴുകിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ചരിവുകളിൽ കൂടി തന്നെയാണ് കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന രക്തമൊഴുകിയ പാടുകളെന്നും തിരിച്ചറിഞ്ഞു. ക്രൂശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോകുന്ന ആളുടെ പിൻപിടലിൽ അയാളെ തറയ്ക്കുവാനുള്ള കുരിശിന്റെ പത്തിബുളം എന്ന തിരശ്ചീനമായ തടി വെച്ച് അതിൽ ഇരു കൈകളും നിവർത്തി പിടിപ്പിച്ച് കെട്ടിയാണത്രേ തൂക്കിക്കൊല്ലേണ്ട സ്ഥലത്തേക്ക് റോമക്കാർ കൊണ്ടുപോയിരുന്നത്. അതായത് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവൻ ഏതാണ്ട് 72 കിലോഗ്രാം തൂക്കമുള്ള ഈ തടിയും പിൻകഴുത്തിലേന്തിയാണത്രേ കുരിശിന്റെ വഴി നടക്കേണ്ടത്. അതിനാൽ തന്നെ വീണുപോയാൽ മുഖം ഇടിച്ചായിരിക്കും വീഴുക. കൂടാതെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന തടി പിൻകഴുത്തിൽ ഭീകരക്ഷതം ഏൽപ്പിക്കുകയും ചെയ്യും. ഇവയെല്ലാമാണ് തിരിക്കച്ചയിലെ മനുഷ്യന്റെ മുട്ടുകളിലും മുഖത്തും പിൻകഴുത്തിന് താഴെയുമുള്ള അസാധാരണ മുറിവുകളുടെ കാരണമെന്ന് തന്റെ ഗവേഷണങ്ങളിലൂടെ ബാർബെ തെളിയിച്ചു. എന്നാൽ ഈ വാദങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതായിരുന്നു തിരുക്കച്ചയിലെ രൂപത്തിന്റെ പിണച്ചുവെച്ച രീതിയിലിരിക്കുന്ന കൈപ്പത്തികൾ. തിരുക്കച്ചയിലെ രൂപത്തിന്റെ ഇരു കൈപ്പത്തികളിലും തള്ളവിരൽ ഉണ്ടായിരുന്നില്ല. ഊനമറ്റ കുഞ്ഞാടായ ക്രിസ്തുവിന് അംഗഭംഗം ഉണ്ടായിരുന്നെന്ന് കരുതുവാൻ ന്യായമില്ലാതിരുന്നതുകൊണ്ട് ഈ തുണി തിരുക്കച്ചയല്ല എന്ന വാദം ശക്തമായി. എന്നാൽ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ തലവനായിരുന്ന ബാർബെ അംഗഛേദനം ചെയ്യപ്പെട്ട കരങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സാധാരണ ചിത്രങ്ങളിൽ കാണുന്ന പോലെ കൈപ്പത്തിയിലല്ല ആണി അടിച്ചത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു മനുഷ്യന്റെ കൈപ്പത്തികളിൽ ആണിയടിച്ച് കുരിശിൽ തൂക്കിയാൽ അയാളുടെ ശരീരഭാരം മൂലം കൈപ്പത്തി ചീന്തി അയാൾ നിലം പതിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിനാൽ റോമക്കാർ കുരിശിക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ കൈയുടെ റിസ്റ്റ് ഭാഗത്താണ് ആണി അടിക്കുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ റിസ്റ്റിൽ ആണിയടിക്കുമ്പോൾ ആണിയടിക്കപ്പെടുന്നയാളുടെ തള്ളവിരൽ ഉള്ളം കൈയോട് പറ്റിച്ചേരുമെന്ന് അദ്ദേഹം കണ്ടെത്തി. റിസ്റ്റിലൂടെ കടന്നു പോകുന്നതാണ് മീഡിയൻ നെർവ് എന്ന നാഡി. ഈ നാഡിക്ക് ക്ഷതം സംഭവിക്കുന്ന നിമിഷം മേൽപ്പറഞ്ഞ വിധം ഉള്ളം കൈയോട് പറ്റിച്ചേരുന്ന തള്ളവിരൽ മൃതദേഹം ആണിയിൽ നിന്ന് വേർപെടുത്തിയാലും നിവർന്നു വരില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും തിരുക്കച്ചയുടെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1969 ഒരു ശാസ്ത്ര സംഘത്തിന് തിരുക്കച്ച നേരിട്ട് പരിശോധിക്കുവാനുള്ള അനുവാദം നൽകപ്പെട്ടു. തിരുക്കച്ചയുടെ സംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തുക, തിരുക്കച്ചയുടെ ഭാവി പരീക്ഷണങ്ങളെ സംബന്ധിച്ച് തീരുമാനത്തിലെത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ചുമതലകൾ. അങ്ങനെയാണ് സ്റ്റേപ്പ് ഷ്രൗഡ് ഓഫ് ട്യൂറിൻ റിസർച്ച് പ്രോജക്ട് എന്ന സെന്ററിന്റെ ആരംഭം. 5 ദിവസത്തെ പരീക്ഷണങ്ങൾക്കിടെ അവർ ശേഖരിച്ച തെളിവുകളെ കുറിച്ച് 12 വർഷം നീണ്ട ഗവേഷണങ്ങൾ അവർ നടത്തി. 1981 അവരുടെ നിഗമനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ക്രിസ്തുവിനെ പൊതിയുവാൻ ഉപയോഗിച്ച തുണി എന്ന നിഗമനത്തിലാണ് അവർ എത്തിയത്. എങ്കിലും ഒരു ഭാഗത്ത് മറുവാദങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ടേയിരുന്നു. കാര്യങ്ങൾ ഇപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ 1988 തിരുക്കച്ചയുടെ പഴക്കം തിട്ടപ്പെടുത്തുവാനായി കാർബൺ-14 പരീക്ഷണം നടത്തുവാൻ അനുവാദം ലഭിക്കുന്നു. തിരുക്കച്ചയുടെ 7 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ 7 വ്യത്യസ്ത ലാബുകളിൽ 2 വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തണമെന്ന് സ്റ്റേപ്പിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞു. എന്നാൽ തിരുക്കച്ചയുടെ ഒരു മൂലയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അവസാനം സാമ്പിളുകൾ ശേഖരിച്ചത്. ശേഖരിച്ച സാമ്പിൾ 3 ലാബുകളിൽ ഒരു ടെക്നിക് മാത്രം ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. അത്രയും കാലം ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തിരുക്കച്ചയുടെ പഴക്കം 1760-നും 1390-നും മധ്യേ മാത്രമുള്ളതാണെന്ന് ലാബുകൾ റിപ്പോർട്ട് ചെയ്തു. കാർബൺ-14 ഡേറ്റിംഗ് അവിശ്വസിക്കുവാൻ ന്യായമില്ലാത്തതിനാൽ സിന്തനോളജിസ്റ്റുകൾ ആശയക്കുഴപ്പത്തിലായി. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അന്വേഷണങ്ങളും പഠനങ്ങളും ആരംഭിച്ചു. ആ പഠനങ്ങൾക്കൊടുവിൽ തിരുക്കച്ചയുടെ പല ഭാഗങ്ങളിലും കേടുപോക്കുന്നതിന്റെ ഭാഗമായി അതിവിദഗ്ധമായി ഡാൻ ചെയ്തു ചേർത്ത പരുത്തി തുണിയുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊരു ഭാഗമാണ് കാർബൺ-14 ഡേറ്റിംഗിനായി എടുത്തത് എന്നും തെളിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന അന്വേഷണം തിരുക്കച്ച സൂക്ഷിക്കപ്പെട്ടിരുന്ന ഷോംബറി കത്തീഡ്രലിൽ 1532 ഉണ്ടായ അഗ്നിബാധയിലെത്തിച്ചു. വെള്ളിയും ഈയവും അലുക്കിട്ട പെട്ടിയിൽ മടക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ തിരുക്കച്ച. എന്നാൽ അഗ്നിബാധയുണ്ടായപ്പോൾ
കനത്ത ചൂടിൽ പെട്ടി ഉരുകിയൊലിച്ച് തിരുക്കച്ചയുടെ മടക്കുകളിലൂടെ ദ്വാരങ്ങളുണ്ടാക്കി കടന്നുപോയി. ആദ്യം ക്ലാര സന്യാസിനികളും പിന്നീട് ഡാനിങ് വിദഗ്ധനായ സെബസ്റ്റ്യൻ വെൽഫയും പരുത്തിനൂൽ ഉപയോഗിച്ച് ഈ കേടുപാടുകൾ ഇല്ലാതാക്കി. നഗ്ന നേത്രങ്ങൾക്ക് ഒരു വിധത്തിലും കണ്ടുപിടിക്കാനാകാത്ത വിധം വൈദഗ്ധ്യം നിറഞ്ഞതായിരുന്നു വാൽഫയുടെ ഈ കഴിവ്. അങ്ങനെ സ്കാനിംഗ് ഇലക്ട്രോണിക്സ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ തീപിടിച്ചു എന്ന് കരുതപ്പെടുന്ന ഭാഗങ്ങളിൽ കോട്ടൺ തുണികൾ ഉപയോഗിച്ച് കേടുപോക്കിയത് കണ്ടെത്തി. കൂടാതെ തിരുക്കച്ചയുടെ ഈ ഭാഗങ്ങളിൽ ചായക്കൂട്ടിന്റെ സാന്നിധ്യവും കണ്ടെത്തി. എന്നാൽ തിരുക്കച്ചയുടെ ലിനൻ ഭാഗത്ത് കളറിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ലിനൻ തുണിയിൽ ഇതേ ചിത്രം പുനരാവിഷ്കരിക്കാൻ പലരും ശ്രമിച്ചുവെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അതിന്റെ നിറത്തോട് സാമ്യമുള്ള നിറം പോലും പുനർനിർമ്മിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ തിരുക്കച്ച വിശുദ്ധമായ തിരുശേഷിപ്പായി തുടർന്നു. ഈ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും മധ്യകാലഘട്ടത്തിൽ കൗശലക്കാരനായ ഒരു ആർട്ടിസ്റ്റ് പണം തട്ടുവാനായി നിർമ്മിച്ചതാണ് ഈ തുണി എന്ന മതിയായ തെളിവുകളില്ലാത്ത ഒരു വാദം മറുവശത്ത് ഉയർന്നു കേൾക്കുന്നു. വാദങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശാസ്ത്രീയമായി തെളിയിച്ചാലും ഇല്ലെങ്കിലും ട്യൂറിൻ തിരുക്കച്ച ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഒരു ജനതയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനും മറുവശത്ത് ചോദ്യം ചെയ്യുവാനുമായി നൂറ്റാണ്ടുകളായി പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ട്യൂറിൻ തിരുക്കച്ചയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ബി വെയർ, ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.